വർഷങ്ങളോളം ദില്ലിയിൽ മാധ്യമപ്രവർത്തകനായിരുന്നു താൻ. അന്നൊക്കെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തനത്തിൻ്റെ അസ്ഥികൂടം മാത്രമാണിന്ന് ദില്ലിയിൽ അവശേഷിക്കുന്നത്. ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. എന്നാൽ കേരളത്തിന് പുറത്ത് ആ സ്വാതന്ത്ര്യം ലഭിക്കില്ലെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കിക്കൊണ്ടിരിക്കുന്ന മാധ്യമ മേഖല എന്നുള്ള ഒരു സംജ യഥാർത്ഥത്തിൽ എവിടെയോ പോയി മറഞ്ഞിരിക്കുകയാണ്. സ്വതന്ത്രമായ ഒരു മാധ്യമ പ്രവർത്തനം അസാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. മീഡിയ അക്കാദമി സംഘടിപ്പിച്ച മീഡിയ കോൺക്ലേവിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷം ജോൺ ബ്രിട്ടാസ് മാധ്യമ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളും മാധ്യമ മേഖലയിലെ മൂല്യച്യുതിയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം വിശദമായ മറുപടി നൽകി. മതേതര രാഷ്ട്രസങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന ചോദ്യത്തിന് MP-യുടെ മറുപടി ഇങ്ങനെ: നിന്റെ ഒരു വിരലുണ്ട്, ആ വിരൽ ഉപയോഗിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. 2024 ഒരു വോട്ടിംഗ് മെഷീൻ വരും, അവിടെ വിരൽ. അത് മാത്രമല്ല, നിന്റെ വായിലൊരു നാവുണ്ട്, നിന്റെ പരിസരത്തെ സ്വാധീനിക്കാനാണ് നാവ് ഉപയോഗിക്കുന്നത്. നിനക്കൊരു സോഷ്യൽ മീഡിയ ഉണ്ട്, ആ സോഷ്യൽ മീഡിയ ആണ് ഒരുപക്ഷെ നിന്റെ ജാലകം, സമൂഹവുമായിട്ടുള്ള ജാലകം. അത് എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കും. ഐതിഹ്യങ്ങളെ ചരിത്രമാക്കുകയും ജ്യോതിഷികൾ ശാസ്ത്രം പഠിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കണമെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഐതിഹ്യങ്ങളെ ചരിത്രമാക്കുകയും ജ്യോതിഷക്കാർ ശാസ്ത്രം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമല്ല നമുക്ക് വേണ്ടത്. ഇന്ന് ചില ആൾദൈവങ്ങളൊക്കെ വന്ന് നമുക്ക് ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും. നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ കഴിക്കേണ്ട മരുന്നിൻ്റെ പേര് പാരസെറ്റമോളാണ് അല്ലെങ്കിൽ ക്രോസിനാണ്, അല്ലാതെ ഒരു ചാണക ഗുളികയല്ല എന്നുള്ള ഒരു ബോധ്യം മലയാളിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.